ഞങ്ങൾ ബാങ്കോക്കിൽ 3 nights and 4 days ആണ് സ്റ്റേ ചെയ്തത്. ഫസ്റ്റ് ഡേ മോർണിംഗ് ടെമ്പിൾ വിസിറ്റ്സ് ആയിരുന്നു. ഗ്രാൻഡ് ബുദ്ധ, ഗോൾഡൻ ബുദ്ധയും ഈവനിങ് ക്രൂസ് റൈഡ് ആൻഡ് ഡിന്നറുമാണ് അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. തായ്ലൻഡിൽ എല്ലാ ബുദ്ധ ടെമ്പിൾസിലും ഡ്രസ് കോഡ് ഉണ്ട്. ടെമ്പിൾ വിസിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിച്ച് നേരെ സിയാം മോളിലേക്കാണ് പോയത്. ക്രൂയിസിലേക്കുള്ള എൻട്രി മോളിലൂടെയാണ്. 6 PM ശേഷം ഫൗണ്ടൻ ആൻഡ് മ്യൂസിക് ഷോവും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് കൈറ്റ് ഫെസ്റ്റിവൽ ടൈം ആയതുകൊണ്ട് എല്ലാവരും കൈറ്റ് വാങ്ങിച്ച് പറപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ലൈവ് കമൻട്രിയും അവർ തായ് ലാംഗ്വേജിൽ തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കൈറ്റ് പറത്താൻ ശ്രമിച്ചു. പിന്നെ വാങ്ങിയതല്ലേ എന്ന് കരുതി അച്ഛനും ഞങ്ങളുടെ കൂടെ കൂടി. പിന്നെ തായ് പ്രൊഫഷണൽ കൈറ്റ് ഫ്ലയേഴ്സ് വന്ന അവർക്കിടയിലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ദ ഹിസ്റ്റോറിക് ചാവോ ഫ്രയ റിവറിലൂടെയാണ് ക്രൂയിസ് പോകുന്നത്. 7:30 PM ഞങ്ങളുടെ സ്ലോട്ട്. അപ്പോഴേക്കും ഞങ്ങൾ പോകേണ്ട ക്രൂയിസ് എത്തി. പിന്നെ ടോക്കൺ ഒക്കെ വിളിച്ച് കൃത്യമായി അവർ ഗേറ്റ് ഓപ്പൺ ചെയ്താലും നമ്മുടെ നാട്ടിലെ കല്യാണ സദ്യക്കുള്ള ഒരു ധൃതി ഉണ്ടായിരുന്നു അവിടെ. ഫോറിനേഴ്സും അത്ര മോശക്കാരല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാവർക്കും അവർ നേരത്തെ തന്നെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഞങ്ങളുടെ 2 ഫാമിലിക്കുള്ള ടേബിളിൽ അവർ ഞങ്ങളെ കൊണ്ടിരുത്തി. പിന്നെ കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ തന്നു. പിന്നെ അവർ ബൊഫയെ കുറിച്ചും റിവറിന്റെ 2 സൈഡിൽ കാണാൻ പറ്റുന്ന വ്യൂസിനെ കുറിച്ചും ചെറിയൊരു ബ്രീഫിംഗ് തരും. ഡിന്നർ കഴിക്കുമ്പോൾ ലൈവ് മ്യൂസിക് ഉണ്ടാവും ടിൽ ദ റൈഡ് എൻഡ്സ്. ഡിന്നർ കഴിഞ്ഞ് ഞങ്ങൾ ഡെക്കിലേക്ക് കയറി. ഡെക്കിലും ലൈവ് ഡാൻസ് ആൻഡ് മ്യൂസിക് ഉണ്ടായിരുന്നു. ബാങ്കോക്ക് സിറ്റി ഫുൾ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത് കാണാൻ അതിമനോഹരമായിരുന്നു. വാത് അരുണിന്റെയും ദ ഗ്രാൻഡ് പാലസിന്റെയും ലൈറ്റപ്പ് ചെയ്ത വ്യൂ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ആമിയും സാനിയും ഒക്കെ ഫുൾ ജോഷിൽ തന്നെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. 3 മണിക്കൂർ എങ്ങനെയാ പോയതെന്ന് തന്നെ അറിഞ്ഞില്ല. റിവറിലൂടെ വേറെയും ക്രൂയിസുകൾ പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ കാണുന്നതാണ് വാത് അരുൺ ആൻഡ് ഗ്രാൻഡ് പാലസ്. ഞങ്ങൾ വാത് അരുൺ രാവിലെ തന്നെ കണ്ടു. ഗ്രാൻഡ് പാലസ് ലാസ്റ്റ് ഡേയിലേക്ക് കാണാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഗ്രാൻഡ് പാലസ് കാണാൻ അറ്റ്ലീസ്റ്റ് ഒരു 4-5 hours എങ്കിലും വേണ്ടിവരും. ഡിന്നർ കഴിഞ്ഞപ്പോൾ മുതൽ ആമിയും സാനിയും ഒക്കെ ഡാൻസ് തുടങ്ങിയതാ. എനർജിക്ക് ഒട്ടും കുറവില്ല. വെക്കേഷൻ ആയതുകൊണ്ടാവാം ഞങ്ങളുടെ ക്രൂയിസിൽ ഓൾമോസ്റ്റ് ഫാമിലീസ് ആയിരുന്നു. കുറേ കിഡ്സ് ആൻഡ് ഇൻഫൻസ് ഉള്ളതുകൊണ്ട് ഡാൻസ് വേറെ ലെവലായിരുന്നു. ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ള ടൂറിസ്റ്റ് ഉള്ളതുകൊണ്ട് വേൾഡ് വൈഡ് ഹിറ്റ് സോങ്സ് ആണ് അവർ ലൈവ് പാടിയിരുന്നത്. ഗണ്ണം സ്റ്റൈലിൽ പാടുമ്പോൾ ഡാൻസ് ഒട്ടും അറിയാത്തവർ വരെ തുള്ളാൻ തുടങ്ങി. ഇന്ത്യൻസിന് വേണ്ടി മെയ്ഡ് ഇൻ ഇന്ത്യ എക് പ്യാര സോണിയ എന്ന ഫേമസ് സോങ് ആണ് പാടിയത്. ഞങ്ങൾ എല്ലാവരും പ്രായഭേദമന്യേ ഈ പ്രോഗ്രാംസ് എല്ലാം എൻജോയ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഡേ ഇൻ ബാങ്കോക്ക് ഈ ഡിന്നർ ക്രൂയിസോടുകൂടി ഞങ്ങൾ അടിപൊളിയായിട്ടാണ് എൻഡ് ചെയ്തത്. 10:30 ആവുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് സിയാം മോളിൽ എത്തി. നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് മറൈൻ പാർക്ക് ആൻഡ് സഫാരി വേൾഡിലേക്കാണ്. 9 AM to 5 PM ആണ് ടൈമിംഗ്. സഫാരി വേൾഡ് ടിക്കറ്റ് എടുത്താൽ മറൈൻ പാർക്കും സഫാരി വേൾഡും ഫുള്ള് കാണാം. കുറേ ഷോസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. ടൈമിംഗ് മനസ്സിലാക്കി ഞങ്ങൾ അതെല്ലാം മിസ്സാക്കാതെ കണ്ടു. എലിഫന്റ്, ഡോൾഫിൻ, ഫയർ ഷോസ് ഒക്കെ അതിൽ ചിലത് മാത്രം. ഡോൾഫിൻ്റെയും സീ ലയണിൻ്റെയും ഷോസൊക്കെ ഞങ്ങൾ നന്നായി ആസ്വദിച്ചു. പിന്നെ ഒരു എൻകൗണ്ടർ ഷോയും ഉണ്ടായിരുന്നു. ഈ ടിക്കറ്റിൽ തന്നെ ലഞ്ചും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മറൈൻ വേൾഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാബിൽ തന്നെ സഫാരി വേൾഡ് ഫുള്ള് കറങ്ങി കാണാം. ഓരോ ആക്ട് കഴിയുമ്പോഴും ഡോൾഫിനും എലിഫൻസും ഒക്കെ അവരുടെ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് വരും. ട്രെയിനേഴ്സ് അവർക്ക് കുറച്ച് ട്രീറ്റ് കൊടുത്തിട്ടാണ് അടുത്ത ആക്ടിലേക്ക് പോകുന്നത്. മറൈൻ വേൾഡ് കണ്ടു കഴിഞ്ഞ് ഒരു 3 o'clock ആയപ്പോഴത്തേക്കും ഞങ്ങൾ സഫാരി വേൾഡിലേക്ക് പോയി. ലൈവായി ലയൺ, ടൈഗർ, സീബ്ര, ജിറാഫ്, ഹിപ്പോ, റൈനോ, ബെയർ അങ്ങനെ ഒട്ടേറെ ആനിമൽസിനെ കണ്ടു. ആമി വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ആനിമൽസിനെ ഓപ്പണായി വിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള വെഹിക്കിൾസിൽ സെക്യൂരിറ്റീസ് പലയിടത്തും ഉണ്ടായിരുന്നു. ഓരോ സ്പീഷീസിനും ഓരോ ടെറിട്ടറി ഉണ്ടായിരുന്നു. നമ്മളെ വെഹിക്കിൾസിൻ്റെ വിൻഡോസ് ഓപ്പൺ ചെയ്യാനൊന്നും അവർ സമ്മതിക്കില്ല. ബെയറിന്റെ കളികളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ബാങ്കോക്കിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തത് മാക് ബുട്ടീക്ക് എന്ന ക്ലബ് മഹീന്ദ്രയുടെ ഒരു ഹോട്ടലിലായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങി.
സാധാരണ 5-6 ഡേയ്സിൽ കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫുഡ് മിസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആയിരുന്നത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനാണ് പോയത്. ബാങ്കോക്കിലെ ഡ്രസ് ക്വാളിറ്റി പറയാതിരിക്കാനാവില്ല, അടിപൊളി ക്വാളിറ്റിയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ആക്സസറീസും ഗിഫ്റ്റ്സും സോവനിയേഴ്സും ഒക്കെ വാങ്ങിച്ചു. നല്ല ക്വാളിറ്റി ഫ്രൂട്ട്സും ഡ്രസ് ഐറ്റംസും എല്ലാം ഇവിടെ നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടും. ഞങ്ങൾ കുറച്ച് ഡ്രസ്സും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിച്ച് അവിടുന്ന് തന്നെ ലഞ്ച് കഴിച്ച് നേരെ ഗ്രാൻഡ് പാലസ് കാണാൻ പോയി. ഗ്രാൻഡ് പാലസ് കാണാൻ അറ്റ്ലീസ്റ്റ് ഒരു 4-5 hours എങ്കിലും വേണ്ടി വരും. ഈ കോമ്പൗണ്ടിൽ തന്നെ എമറാൾഡ് ബുദ്ധ ടെമ്പിൾ, ബുദ്ധ മ്യൂസിയം, അങ്ങനെ പലതുമുണ്ട്. തായ് ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ടെക്സ്റ്റൈൽസ് വിങ്ങും ഇവിടെയുണ്ട്. പാലസിൻ്റെ തന്നെ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ മാർച്ച് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. അങ്ങനെ ഈവനിങ് ഈ മാർച്ചും കണ്ടാണ് ഞങ്ങൾ മടങ്ങിയത്. എന്തായാലും ഞങ്ങളുടെ ഈ ട്രിപ്പ് ഞങ്ങൾ എന്നും മനസ്സിൽ സൂക്ഷിക്കും. ഞങ്ങളുടെ ഈ ബാങ്കോക്ക് ട്രിപ്പ് നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലാൻ എ ഹോളിഡേ വിത്ത് യുവർ ഫാമിലി.